ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറമേയുള്ള മനുഷ്യനും അകമേയുള്ള മനുഷ്യനും അത് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ പുറമേയുള്ള മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ അകമേയുള്ള മനുഷ്യനും അതുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ കണ്ണിനെ കുറിച്ച് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട്. 85-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും എന്നാണ് അവിടെ സങ്കീർത്തനക്കാരൻ പാടുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ മറ്റൊരു അവയവമാണല്ലോ ചെവി. പുറമേയുള്ള മനുഷ്യന്റെ കാതുകളിൽ കേൾക്കുന്നത് പലപ്പോഴും അവിശ്വാസത്തിന്റെ വാക്കുകളാണ്. എന്നാൽ അകമേയുള്ള മനുഷ്യന്റെ കാതുകൾ കേൾക്കുന്നത് വിശ്വാസത്തിന്റെ വാക്കുകളാണ്. മർക്കോസിന്റെ സുവിശേഷം 7:31 മുതൽ നമ്മൾ അവിടെ കാണുന്നത് വിക്കനായ ഒരു ചെകിടനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു കർത്താവ് അവനെ ജനങ്ങളുടെ നടുവിൽ നിന്ന് മാറ്റി നിർത്തി. ഒന്നാമത് അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. രണ്ടാമത് അവന്റെ ചെവിയിൽ യേശുവിന്റെ വിരൽ ഇട്ടു, തുപ്പി. വീണ്ടും നാവിനെ കർത്താവ് തൊട്ടു. ആ ചെവികൾ തുറക്കുവാനായിട്ട് അവിടുന്ന് കൽപ്പിച്ചു. അഥവാ അരാമ്യ ഭാഷയിൽ എബദ എന്ന വാക്ക് താൻ അവിടെ കൽപ്പിക്കുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ആ കെട്ട് അഴിഞ്ഞ ഉടൻ അവൻ ശരിയായി സംസാരിച്ചു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ ആ കെട്ട് എന്ന പദത്തിന് ഡെസ്മോസ് എന്ന ഒരു ഗ്രീക്ക് പദമാണ്. അതിന്റെ അർത്ഥം കെട്ട് അഥവാ ചങ്ങല. അങ്ങനെ ഭയങ്കരമായി ചങ്ങല കൊണ്ട് ബന്ധിക്കുന്ന ഒരു കെട്ട്, അതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നാം വീണ്ടും ആ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഊമനും ചെകിടനുമായ ആത്മാവുള്ള ഒരു മനുഷ്യനെ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുചെല്ലുന്നു. അവർക്ക് അവനെ സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല. അവനെ വീണ്ടും അവന്റെ പിതാവ് യേശു കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിനക്ക് കഴിയുമെങ്കിൽ ഇവനെ സൗഖ്യമാക്കണമേ, സഹായിക്കണമേ എന്നുള്ള അപേക്ഷയുമായിട്ട് കടന്നു ചെല്ലുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ കർത്താവ് അവനോട് പറയുന്നത് കഴിയുമെങ്കിലോ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും എന്നാണ് അവനോട് ഇടയായി തീർന്നത്. പുറത്തെ മനുഷ്യന്റെ കാതുകൊണ്ട് കേൾക്കുന്നത് പലപ്പോഴും മടുപ്പിക്കുന്ന വാക്കുകളാണ്, വെല്ലുവിളികളുടെ ശബ്ദങ്ങളാണ്. അത് നടക്കുകയില്ല, ആ രോഗം സൗഖ്യമാകുകയില്ല, ആ ബന്ധനം അഴിയുകയില്ല, ആ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കത്തില്ല, ആ വിവാഹം നടക്കത്തില്ല, അവന് ഭാവി ഉണ്ടാകത്തില്ല, ഒരു ജോലി ലഭിക്കത്തില്ല. ഇങ്ങനെയൊക്കെ പലപ്പോഴും മടുപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന അനേക വാക്കുകൾ പുറത്തെ കാതുകൊണ്ട് മനുഷ്യൻ പലപ്പോഴും കേൾക്കുന്നു. അഥവാ പൈശാചികൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ വിശ്വാസ മനുഷ്യന്റെ കാതുകളിൽ മുഴങ്ങുന്ന ശബ്ദമുണ്ട്. അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യം എന്നാണ്. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. അതെ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും തുടങ്ങിയ വിശ്വാസത്തിന്റെ വാക്കുകളായിരിക്കും വിശ്വസിക്കുന്നവന്റെ കാതുകളിൽ എപ്പോഴും മുഴങ്ങുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നാം ചിന്തിക്കുമ്പോൾ ഫറവോനും സൈന്യവും ജനത്തിന്റെ അല്ലെങ്കിൽ ആ ഫറവോനും സൈന്യവും ഇസ്രായേൽ ജനത്തെ വല്ലാതെ പീഡിപ്പിച്ചു. അവർ മുൻപോട്ട് കടന്നു വരുന്നതായ സന്ദർഭത്തിൽ ആ ചെങ്കടൽ കണ്ട് ഭയന്ന് അന്താളിച്ച് നിലവിളിക്കുന്ന ജനത്തിന്റെ നിലവിളിയുടെ ശബ്ദമാണ് മോശ തന്റെ കാതുകളിൽ കേട്ടത്. എന്നാൽ മോശയുടെ
അകത്തെ മനുഷ്യന്റെ കാതുകളിൽ മറ്റൊരു ശബ്ദമാണ് കേട്ടത്. ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി നീ ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുക തുടങ്ങിയ ശബ്ദമാണ് മോശ തന്റെ വിശ്വാസത്തിന്റെ കാതുകളിൽ അകത്തെ മനുഷ്യനിലൂടെ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ടാണ് ആ ചെങ്കടലിനെ വിഭാഗിച്ചുകൊണ്ട് ആ ദൈവശബ്ദം കേട്ടപ്പോഴാണ് മോശയ്ക്ക് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നത്, ജനത്തെ മുൻപോട്ട് നയിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ശത്രു പലപ്പോഴും പല നിലകളിൽ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ബന്ധിച്ച് നിരാശപ്പെടുത്തി ഭാരപ്പെടുത്തിയിട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ഇന്ന് വിശ്വാസത്തിന്റെ ശബ്ദം കാതുകളിൽ കേട്ടുകൊണ്ട് അവയെ ശാസിക്കുവാനായിട്ട് തയ്യാറായാൽ നാളുകളായി ബന്ധനത്തിലും കഷ്ടത്തിലും രോഗത്തിലും കിടക്കുന്ന വിഷയങ്ങൾക്ക് നിന്റെ വിശ്വാസത്തിന്റെ കാതുകളിൽ കൂടി ദൈവശബ്ദം കേൾക്കുന്ന മാത്രയിൽ തന്നെ വിടുതലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവശബ്ദത്തിനായി നമ്മുടെ കാതുകളെ തുറന്നു കൊടുക്കാം. യവത അതേ തുറന്നു വരട്ടെ. അതേ അപ്രകാരം കഴിഞ്ഞ നാളുകളിൽ ശത്രുവായവൻ ബന്ധിച്ച ചില ബന്ധനങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ദൂത് കേൾക്കുന്ന ആമേൻ ജനത്തിന്റെ ഹല്ലേലൂയ അവരുടെ ആത്മീക ഭൗതിക ശാരീരിക മണ്ഡലങ്ങളിൽ തലമുറകളിൽ രോഗമാകട്ടെ, മറ്റ് ബന്ധനമാകട്ടെ, കഷ്ടമാകട്ടെ, നഷ്ടമാകട്ടെ, ശത്രു ഇട്ടിരിക്കുന്ന ബന്ധന ചങ്ങലകൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ എന്നേഴയായടിയൻ പ്രാർത്ഥിക്കുന്നു, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കരുണയുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും നിശ്ചയം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും നിശ്ചയം. വിശ്വാസമെന്നതോ ആശയിന്നുറപ്പും കാണാ കാര്യത്തിൻ നിശ്ചയവും. വിശ്വാസമെന്നതോ ആശയിന്നുറപ്പും കാണാ കാര്യത്തിൻ നിശ്ചയവും. പലതിനെ ചൊല്ലി വിലപിക്കേണ്ട, ഉള്ളം കലങ്ങേണ്ട, ഭീതി വേണ്ട. പലതിനെ ചൊല്ലി വിലപിക്കേണ്ട, ഉള്ളം കലങ്ങേണ്ട, ഭീതി വേണ്ട. മരിച്ചു 4 നാളായതാം ലാസറെ ഉയർപ്പിച്ച ദൈവം കൂടെയുണ്ട്. മരിച്ചു 4 നാളായതാം ലാസറെ ഉയർപ്പിച്ച ദൈവം കൂടെയുണ്ട്. സ്തോത്രം പാടാമെന്നും വാഴ്ത്തിപ്പാടാം.